ഇന്ത്യയെ പാകിസ്ഥാൻ പേടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്കും വെറുതെ തള്ളുകയാണെന്ന്. അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ അംബാസഡർമാരുമായിട്ട് ചർച്ച നടത്തി അവരോട് ആവശ്യപ്പെട്ടത് അതിർത്തിയിൽ സംഘർഷം കുറയ്ക്കാൻ ഇന്ത്യയോട് പറയണം, എസ്കലേറ്റ് ചെയ്യണം, യുദ്ധം ഒഴിവാക്കണം എന്ന് സംസാരിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് കൊടുക്കാത്തത്, ദേശീയ ദിനപത്രങ്ങളിലെല്ലാം വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഭയന്നു തുടങ്ങിയിട്ട് ഇന്ത്യയുമായി ഇപ്പോൾ സമീപകാലത്ത് സൗദി അറേബ്യയും UAEയും ഒക്കെ വലിയ സൗഹൃദത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യമെന്ന് അവരുടെ ഒരു പ്രത്യേക സ്റ്റാറ്റസ് വെച്ചിട്ട് ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അവരെ സമീപിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കാര്യമായി മൈൻഡ് ചെയ്തില്ല. കാരണം സൗദി അറേബ്യയിലെ MBS ആണെങ്കിലും പറഞ്ഞു എനിക്ക് തീവ്രവാദത്തിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാടായി നിങ്ങൾ കാണിച്ചതിന് നിങ്ങൾ അനുഭവിക്കുക എന്ന ലൈനാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും പരമ്പരാഗത മിത്രമായ, വേണമെങ്കിൽ ഒരു വലിയേട്ടനെ പോലെ ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള റഷ്യയുടെ അടുത്തേക്ക് പാകിസ്ഥാൻ സഹായം തേടി പോയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അതെ, അതായത് പാകിസ്ഥാന്റെ സ്ഥാനപതി മോസ്കോയിലെ മുഹമ്മദ് ഖാലിദ് ജമാലി, ഇത് അവിടുത്തെ വാർത്താ ഏജൻസി ഉണ്ടല്ലോ ടാസ്, റഷ്യൻ ഔദ്യോഗിക വാർത്താ ടാസുമായിട്ട് ഒരു അഭിമുഖം നടത്തി. അത് അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്തായിരിക്കുമല്ലോ. ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട്, ഇന്ത്യയും മറ്റേ റഷ്യയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഒന്ന് ശരിപ്പെടുത്തി തരണം, ഇതിൽ നിന്ന് യുദ്ധം ഒഴിവാക്കി തരണം. ഈ ഇന്റർവ്യൂവിൻ്റെ സമ്പൂർണ്ണ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ ടാസ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നു തോന്നുന്നു. പക്ഷെ അതിൻ്റെ കുറെ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ. അതിൽ അപേക്ഷിച്ചിരിക്കുന്നത്, ആവശ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, കെഞ്ചുകയാണല്ലോ. 1966 താഷ്കെൻഡിൽ നടന്ന കരാറ് പോലെ ഒരു വെടിനിർത്തൽ കരാറ് ഇപ്പൊ തന്നെ ശരിപ്പെടുത്തി തരണം, റഷ്യ വിചാരിച്ചാൽ നടക്കും. മുമ്പ് 1965 യുദ്ധത്തിന് ശേഷം നിങ്ങളാണ് ഞങ്ങളെ സഹായിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ലാവറോവുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ലാവറോവ് 1972 ഷിംല കരാറ്, 1999 ലാഹോർ പ്രഖ്യാപനം, ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഇത് ആര് പുറത്ത് പറഞ്ഞാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ ലാവ്റോവ് പറഞ്ഞതായിട്ട്. ലാവ്റോവ് പറഞ്ഞു, ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇല്ലാതെ തന്നെ അതുപോലെ നിങ്ങൾക്കിത് പരിഹരിച്ചു കൂടെ എന്ന് ലാവ്റോവ് ചോദിച്ചതായിട്ടാണ് വാർത്തകൾ വന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റഷ്യക്ക് മധ്യസ്ഥത നിൽക്കാൻ താല്പര്യമില്ല എന്നല്ലേ വരിക. നിങ്ങൾ നമുക്ക് തീർക്കുക, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയാതെ പറയുകയാണ്. അങ്ങനെയാണ്. മൂന്നാമത്തെ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയില്ലാതെ ഷിംല കരാർ ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിലായിരുന്നല്ലോ. ഷിംലയില് ഭൂട്ടോ ഇങ്ങോട്ട് വന്നു, ഷിംലയിൽ വെച്ച് ഒപ്പിടുന്നു, യുദ്ധം അവസാനിക്കും. 1971 യുദ്ധം കഴിഞ്ഞിട്ടുള്ള വെടിനിർത്തൽ അങ്ങനെയാണ്. 1965 യുദ്ധത്തിനെ പറ്റി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ മറ്റേ ഹാജിപൂർ നമ്മൾ പിടിച്ചു, നമ്മുടെ കാശ്മീരിലെ ഹാജിപൂർ മല അത് പിടിച്ച ശേഷം വലിയ ബുദ്ധിമുട്ടിയാണ് അത് പിടിച്ചത്. അത് കഴിഞ്ഞ ശേഷം 1966 ജനുവരി 10 താഷ്കെൻഡിൽ ഒപ്പിടുന്ന കരാറില് അതിന് മുമ്പത്തെ നില തുടരും എന്ന് പറഞ്ഞാണ് കരാർ. പിടിച്ചത് മുഴുവൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ കുറെ സ്ഥലവും പിടിച്ചിരുന്നു, പാകിസ്ഥാന്റെ സ്ഥലമൊക്കെ പിടിച്ച് അത് കയ്യിൽ വെക്കുന്നതാണല്ലോ എപ്പോഴും ഭംഗി. അത് മുഴുവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു കരാറാണ് അന്ന് അവിടെ പടച്ചുണ്ടാക്കിയത്. എന്തായാലും അത് ആ തട്ടിപ്പ് പരിപാടിക്കൊന്നും നമ്മളാരും ഇനി മോദിയുടെ കാലത്തൊന്നും കോൺഗ്രസ്, ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു, ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വരുന്നുണ്ട്, ആ ശാസ്ത്രിയെ കൊന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശാസ്ത്രി ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ പോലും വന്നല്ലോ അവസാനം. അപ്പം ഇങ്ങനെ റഷ്യയോട് കെഞ്ചിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഒരു ഇന്ത്യയുടെ ഏത് തരം ആക്രമണവും അഭിമുഖീകരിക്കാനുള്ള അവസ്ഥയിലല്ല പാകിസ്ഥാൻ.
അത് ഒരുമാതിരി ഇന്ത്യയുടെ പട്ടാള ഓഫീസർമാരൊക്കെ എല്ലാ ചർച്ചയിലും വന്ന് പറയുന്നുണ്ട്. പരമാവധി 7 ദിവസം നിൽക്കാം യുദ്ധത്തിൽ. അപ്പോൾ ഈ അവസ്ഥയിലായിരിക്കണം ഈ പാകിസ്ഥാനിലൊരു MP യുദ്ധം തുടങ്ങിയ ഞാൻ ലണ്ടനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ വലിയ ആൾബലത്തിനെതിരെ വലിയ പടയൊരുക്കമൊക്കെ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ഈ സന്നാഹം കൂട്ടുക, അവിടെ എവിടെയും ഉള്ള സാധനങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള പരിപാടിയിലാണ് പേടിച്ചിട്ട് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 155 mm ഷെൽസ് ഉക്രൈന് വിറ്റു. അതെ, ഉള്ളത് M109 ഹോവിറ്റ്സേഴ്സ്, 122 mm റോക്കറ്റ്സ്, അത് BM-21 ഇല്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ യുക്രൈനും ഒക്കെ കൊടുത്തിട്ട് കാലിയായിട്ട് നിൽക്കുന്നു. 155 mm ആർട്ടിലറി ഷെൽസ് ഒക്കെ യുക്രൈന് കൊടുത്തു. മെയ് 2 സ്പെഷ്യൽ കോർ കമാൻഡർമാരുടെ മീറ്റിംഗിൽ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ സ്പെഷ്യൽ ഈ കോപ്സ് കമാൻഡർമാരുടെ മീറ്റിംഗിൽ പറഞ്ഞത് സാറ് പറഞ്ഞ പോലെ 7 ദിവസമൊന്നല്ല, പരമാവധി 96 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ ഉള്ളൂ എന്ന് ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചാനല് ഇവർ തുടങ്ങിയിട്ടുണ്ട്, റിപ്പബ്ലിക്. അതിൻ്റെ അകത്ത് ഈ പട്ടാളക്കാർ വന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവര് പരമാവധി 7 ദിവസം കൂട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉദാര മനസ്ഥിതി. അതെ, മെയ് 2 ചേർന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ മീറ്റിംഗിൽ 96 മണിക്കൂർ എന്ന് പറഞ്ഞു എന്നാണ്. നമ്മൾ നേരത്തെ 3 ദിവസം 4 ദിവസം എന്നാണ് പരമാവധി നമ്മൾ പറയാം. ഇത് കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഞാനൊരു ഏതോ ഡിഫൻസ് സൈറ്റിലാണ് വായിച്ചത്. ഈ മെയ് 2 അവരുടെ യോഗം ചേർന്നപ്പോൾ ഇനി നമ്മുടെ ഈ സാധനമൊന്നുമില്ല, 96 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള വെടിയുണ്ടയും വെടിക്കോപ്പും ഷെല്ലും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ചൈനയിൽ നിന്ന് വാങ്ങിച്ച യുദ്ധക്കപ്പലുകള്, അന്തർവാഹിനികളൊക്കെ യൂസ്ലെസ് ആയിട്ട് കിടക്കുന്നു അവിടെ. ആയുധങ്ങളൊന്നും ഈ റിപ്പയർ ചെയ്യേണ്ടതൊന്നും റിപ്പയർ ചെയ്യാനുള്ള പൈസയൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്കാണ് ഈ IMF-ൽ നിന്ന് കിട്ടിയ പൈസ ഇവർ ഈ ആയുധം മേടിക്കാനും പഹൽഗാം ഭീകരതയ്ക്കും ഒക്കെ വകമാറ്റി ഇന്ത്യ IMF-ൽ പരാതിപ്പെടാൻ പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള ഗഡുക്കളോ IMF-ന്റെ കിട്ടില്ല. അപ്പോഴാണ് ഈ അഫ്സൽ ഖാൻ മർവത്ത് എന്ന് പറഞ്ഞ MP-യോട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ MP-യോട് ചോദിച്ചു, മാധ്യമപ്രവർത്തകർ, യുദ്ധമുണ്ടായാൽ അതിർത്തിയിൽ തോക്കുമായിട്ട് താങ്കൾ പോകുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു വീരൻ എന്നുള്ള നിലയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, യുദ്ധമുണ്ടായാൽ ഞാൻ ഇംഗ്ലണ്ടിൽ പോകും. കാരണം എന്നെ രക്ഷിക്കാനായിട്ട് മോദി എൻ്റെ മാമനാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയാൽ അവിടെ രക്ഷിക്കാൻ മോദി എൻ്റെ മാമന എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യാനായിട്ട് അങ്ങേര് നിൽക്കുകയാണോ എന്നും ചോദിച്ചു. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് വിശ്വാസമില്ല എന്നുള്ളതാണല്ലോ. അവിടുത്തെ ഒരു MP-ക്ക് പോലും അവിടുത്തെ പട്ടാളത്തിന് വിശ്വാസമില്ല. ഈ MP മുമ്പ് ഇമ്രാൻഖാന്റെ തെഹ്രീക്ക് ഇൻസാഫ് PTI പാർട്ടിയിലായിരുന്നു. ഒരുപാട് വിമർശനം ഉന്നയിച്ച് അതിൻ്റെ അകത്ത് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ നീക്കിയിരുന്നു. പക്ഷെ MP ആയിട്ട് തുടരുന്നുണ്ട് ഇമ്രാന്റെ. അയാളാണ് ഇംഗ്ലണ്ടിൽ പോകുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇയാൾ പറഞ്ഞത് പട്ടാള ഓഫീസർമാരൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. ഈ മുനീറിന്റെ ഉൾപ്പെടെ ബന്ധുക്കളെല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ പാകിസ്ഥാനിലെ ഒരു MP-ക്ക് പോലും അവിടെ എനിക്ക് പ്രതിയില്ല, വിശ്വാസമില്ല, പട്ടാളത്തിന് നാടുവിടും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള അടിയന്തര ചരക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇഗ്ലാസ് എയർ ഡിഫൻസ് മിസൈൽ വന്നിട്ടുണ്ട്. അത് ഈ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ, ഈ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, ആക്രമണത്തിന് വരുന്ന ഹെലികോപ്റ്റേഴ്സ്, ഇതിനെയൊക്കെ തകർക്കുന്ന മിസൈലാണ് അടിയന്തരമായിട്ട് നമുക്ക് റഷ്യ തന്നിരിക്കുന്നത്. ഇഗ്ലാസ് അതെത്തി. നമ്മൾ മറ്റൊരു പരീക്ഷണം നടത്തി, സ്ട്രാറ്റോഫിയർ എയർഷിപ്പ് പ്ലാറ്റ്ഫോം എന്നുള്ള പരീക്ഷണം നടത്തി. അതായത് ശത്രു താവളങ്ങളിൽ നിരീക്ഷണമൊക്കെ നടത്താനുള്ള ആ പരീക്ഷണം വിജയകരമായി നമ്മൾ ഇന്നലെ നടത്തിയിരുന്നു നമ്മൾ. അത് നമ്മുടെ ഫ്ലൈയിങ് ആദ്യ എയർഷിപ്പ് എന്ന് പറയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പരീക്ഷണം നടത്തിയത് DRDO ശനിയാഴ്ച. ബലൂൺ ബേസ്ഡ് ആണ്. അതെ, മെയ്ഡൻ ഫ്ലൈറ്റ് ട്രയൽ ആയിരുന്നു. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്.
അത് ഷിയോപൂർ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ മധ്യപ്രദേശിലാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് ആഗ്രയിൽ ആണ് ഏറിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആഗ്രയിലെ അവരാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇത് ലോകത്ത് ആദ്യമായി ഇങ്ങനൊരു സംഭവം അല്ലേ ഉണ്ടാക്കുന്ന അൺമാൻഡ് എയർഷിപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ അതിലും 17 കിലോമീറ്റർ ഉയർന്നു, നിരീക്ഷണത്തിനുമൊക്കെ ഉപയോഗിക്കാം. ഡ്രോണുകളെക്കാൾ കൂടുതലൊക്കെ ഇത് ഒരു മേഖലയിൽ തന്നെ കുറേ നേരം അതിന് തങ്ങി നിന്ന് ഈ ചാരപ്രവർത്തനമൊക്കെ നടത്താൻ പറ്റുന്ന അൺമാൻഡ് എയർഷിപ്പ്, ആളില്ലാത്ത എയർഷിപ്പ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പരിപാടികൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമുക്ക് ഇഗ്ലാസ് മിസൈൽ വിന്യസിക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു മിസൈലാണ് റഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതെ അതെ. ഏതായാലും നമ്മൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇവരെ തീർക്കാനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പോരാത്തത് അഡീഷണൽ കൂടെ നമ്മൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ തന്നു, ഇപ്പോൾ റഷ്യയുടെ ആയുധങ്ങളും വന്നു. ആവശ്യത്തിന് തരാൻ ലോകരാജ്യങ്ങളൊക്കെ തയ്യാറാണ്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.